ഹായ് ഡിയേഴ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ തിരികെയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ അധികം വിശദീകരണങ്ങൾ നൽകുന്നില്ല, കാരണം അതിൻ്റെ ഒരു പ്യൂരിറ്റി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോയുടെ ഒറിജിനാലിറ്റി തീർത്ത് നഷ്ടപ്പെടാതെ അതേപോലെ ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എല്ലാവരും കാണുക, സന്തോഷിക്കുക, അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ അമ്പിളി ടീച്ചറെ ഞാൻ പ്രത്യേകം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറായിരുന്നു. ബാക്കിയുള്ള ടീച്ചർമാരെ ഇഷ്ടമില്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. ഇത് നാളെ എനിക്ക് ഇവരൊന്നും വേറെ കേൾക്കേണ്ടതില്ലെങ്കിൽ. അപ്പോൾ അമ്പിളി ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ രാധ ടീച്ചറെ നമ്മൾ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും, വീട് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ടീച്ചർ ഭയങ്കര ഹാപ്പിയോടാണ് പറഞ്ഞത് ഞാൻ എന്തായാലും എത്താമെന്നുള്ളത്. അപ്പോൾ എത്താൻ കാണിച്ച മനസ്സിനും നമ്മളൊരു നന്ദിയും പറയുന്നു. ടീച്ചറെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഡെയ്സി ടീച്ചർ, നമ്മുടെ LKG നഴ്സറി ടീച്ചർ. ഞാൻ നഴ്സറിയിൽ പഠിക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് ടീച്ചറുടെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ടീച്ചറോട് ചെന്നോടനെ പറഞ്ഞു എനിക്ക് ടീച്ചറുടെ മുഖം എൻ്റെ മനസ്സിലില്ല. പക്ഷെ അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്നറിയാം. അത് ഏത് ടീച്ചറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ചർച്ച വന്നു, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഡെയ്സി ടീച്ചർ പേര്. അപ്പോൾ പിന്നെ സുനിൽ ടീച്ചറും ഷീബ ടീച്ചറൊക്കെ പറഞ്ഞു ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ടീച്ചർ വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ടീച്ചറെ നമ്മൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിന്ദു ടീച്ചർ ഇതുപോലെ തന്നെ അന്ന് ഇന്നും ഒരുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ നമ്മുടെ ഇടയിലാണ്. ടീച്ചർ നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ടീച്ചറാണ്, അന്ന് ഇന്നും എന്നും. അപ്പോൾ ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സജി ടീച്ചർ എൻ്റെ 1ാം ക്ലാസ്സിലെ ടീച്ചറാണ്. എന്നെ ആദ്യമായിട്ട് അക്ഷരം പകർന്നു തന്ന എൻ്റെ ടീച്ചറാണ്, നമ്മുടെ എല്ലാവരുടെയും ടീച്ചറാണ്. സജി ടീച്ചറെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നഴ്സറിയിൽ പഠിച്ചിട്ടില്ലെങ്കിലും ഓരോ ബെല്ലടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ നഴ്സറിയിലാണ് പോയിരുന്നിരുന്നത്. അവിടുത്തെ കളിപ്പാട്ടങ്ങൾ അന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു ടീച്ചറാണ് ഷീബ ടീച്ചർ. അപ്പോൾ ഷീബ ടീച്ചറെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ HM ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ എടക്കുളം സ്കൂളിലത്തെ HM ആയിട്ടുള്ള ഇന്ദുബിന്ദു ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്കൂളിലത്തെ ഈ വർഷം നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ആത്മാ ഫൗണ്ടേഷനാണ്. ആത്മാ ഫൗണ്ടേഷൻ്റെ സുരേഷ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ വേദിയിലേക്ക് വരണം. അന്നത്തെ പോലെ തന്നെ കയ്യടിക്കൊരു പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിലവിൽ നമ്മളെ ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനു ടീച്ചർ, പിന്നെ മുഖം കാണാനില്ല, നന്ദന കൃഷ്ണേന്ദു ടീച്ചർ, ഇവരെല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂജ ടീച്ചർ പിന്നെ നമ്മുടെ എൻ്റെ മകൻ ഇന്ന് അമ്പലപുരം സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഭക്ഷണം അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. അവനിഷ്ടം രാധേച്ചി വെക്കുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം ഇപ്പോൾ ശ്രീദേവിച്ചിക്ക് പകരം ഭക്ഷണം വയ്ക്കുന്ന നമ്മുടെ രാധേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ടീച്ചേഴ്സിനും അവർ ഫ്ലവർ കൊടുക്കും.
ടീച്ചേഴ്സ് എല്ലാവരും ഒന്ന് അകത്തേക്ക് വരും. പൂജ ടീച്ചറെ ഞാൻ രണ്ടാമതും ക്ഷണിച്ചിരിക്കുന്നു. ഡിവിഷൻ രണ്ടാമത്തെ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇവിടെ എത്തിയ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭാര്യമാര് അങ്ങനെ തടഞ്ഞു വെക്കുന്നവരൊന്നുമില്ല, അത് കാരണം കുഴപ്പമില്ല. അപ്പൊ പദം തിരുമുമ്പിൽ നായി നമ്മളെ വിട്ടുപോയ നമ്മുടെ മുൻ എച്ച്.എം ലളിത ടീച്ചർ, പിന്നെ നമുക്ക് ഭക്ഷണം വിളമ്പിയ നമ്മുടെ ശ്രീദേവി ചേച്ചി, നമ്മുടെ കൂട്ടുകാരിയായിരുന്ന സിനി, ഇവർക്ക് വേണ്ടി നമുക്കൊരു ലീല ടീച്ചർ. എല്ലാവരും നീരിക്കുന്ന സഹകരിക്കിട്ടാ, പിന്നെയുള്ള കുട്ടികൾക്ക് കാണില്ല. അതോടൊന്ന്
പറയാതെ വയ്യ. ഇപ്പം നിങ്ങളീ കണ്ട തിരുവാതിരയില്ലേ, ഇത് ഞങ്ങൾ ഈ 30 വർഷത്തിന് ശേഷമാണ് മീറ്റപ്പ് എന്ന് തന്നെ ആലോചിക്കണം. ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് പ്രോഗ്രാം നടക്കുന്ന ദിവസം രാവിലെ വന്നിട്ട് ഒരുമിച്ച് കളിച്ച് നോക്കിയിട്ടുള്ള ഒരൊറ്റ ട്രൈ മാത്രമാണ്. അതിലാണ് ഞങ്ങൾ ഇത്രയും കളിച്ചത്. അതെന്തായാലും പറയാതെ വയ്യ. എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു ഒത്തൊരുമയാണ് കളിച്ചത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് കൂടിപ്പോലും ഇല്ല. 10 വർഷങ്ങൾക്ക് അവതരിപ്പിച്ചത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പറഞ്ഞു, വീഡിയോ അയച്ചൊന്നുമല്ലാണ്ട് നമ്മളാരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കേട്ടോ. ഞാൻ പത്മയെ കണ്ടിട്ട് ഒരുപാട് വർഷമായി. ഇവിടെ വന്ന് പലരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അന്ന് ഇവിടെ 1ാം ക്ലാസ്സിലിരുന്ന് അന്ന് ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു. നല്ല ഉയരം ഉണ്ടായിരുന്നു, നല്ല സംസാരം ഉണ്ടായിരുന്നു. ഇന്നും ഞാൻ അതുപോലെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ മോള് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മോളുടെ അടുത്ത് പറയായിരുന്നു, ഇത്രയും പേരെ കൂടിയിട്ട് ചെറിയൊരു റീയൂണിയൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇനി ആളുകൾ വരാനുണ്ട്, വരാത്തവർക്ക് സങ്കടമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് മൊമെൻ്റോ നൽകാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് ഇനി മുതൽ സെൻട്രൽ എല്ലാവർക്കും കയ്യടി കൊടുക്കാട്ടോ. ചെറുപ്പത്തിലൊക്കെ ക്ലാസ്സിൽ എന്തെങ്കിലും സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്നറിയില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. കുട്ടികൾ വളരെ മനോഹരമായി ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഇത്രയും ഭംഗിയായി സംഘടിപ്പിക്കുമ്പോൾ അത് വളരെ സന്തോഷം ഉണ്ടാകുന്നു. കോരി തിരിക്കുന്ന ഒരു സത്യം സത്യം. പിന്നെ കുറേയധികം നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സങ്കടങ്ങളും ഇതാണ് ഭൂരിഭാഗം ഉണ്ടാവുക. ഇവിടെ ആരെ പറഞ്ഞ ദീപിയല്ലേ, 1 മിനിറ്റ് കിട്ടുന്നില്ല, ഉത്തരവാദിത്തമാണ്, ഇപ്പൊ ചെറിയ സ്കൂളിലേക്ക് മടങ്ങി വരാൻ തോന്നുന്നതൊക്കെ. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 20 വയസ്സിലാണ് ഞാൻ ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യണേ. 1954 20 വയസ്സാണ് എൻ്റെ പ്രായം. അന്നൊരു 10-14 കൊല്ലം പിന്നെ ടീച്ചർ എന്നുള്ള രീതിയിൽ ജോലി ചെയ്തു. വലിയ ക്ലാസ്സിലേക്കൊന്നും എത്തിയില്ല, ചെറിയ ക്ലാസ്സിൽ തന്നെ. പിന്നെ സീനിയർ ടീച്ചറും കൂടി HMന്റെ പോസ്റ്റ് എടുക്കാതെ രത്ന ടീച്ചറായിരുന്നു അങ്ങനത്തെ ഒരു പ്രകൃതി. അതുകൊണ്ട് കുട്ടികൾ മോശമായി പോകണം എന്നുള്ള രീതിയിലല്ല. ഞാൻ എൻ്റെ മക്കളായാലും എവിടെയായാലും അതേ രീതിയിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അങ്ങനെ ഇപ്പോഴും അതന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പം മോൻ്റെ കുട്ടിയാണ്, അമ്മാമേ അമ്മാമേ അമ്മാമ ഇല്ലെങ്കിൽ ഞാൻ കരയൂലേ, സുരടിച്ചോടെ ചെറിയാം, അമ്മാമ്മ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ കരയും എന്ന് പറയണേ. അവളെ നോക്കിയിരിക്കും. ഞാനിപ്പോൾ അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ ഗേറ്റ് കിടക്കുമ്പോൾ അമ്മാമേ എന്ന് പറഞ്ഞാൽ വരിക. ആ വിളി കേട്ടാൽ ഒരു പുനർജീവിതം. ഇതേപോലെയായിരുന്നു നമ്മുടെ ഈ മക്കൾ വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ വളരെ സംഭവം. 4 പേര് വന്നിട്ടുണ്ടായി വീട്ടില്. എന്തിനാന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവര് വന്ന വശം കാറിനിറങ്ങുമ്പോഴേക്കും ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് നീ വരുന്നത് ചിരിക്കുന്നു. ഈ 4 പേരെയും കണ്ട് അവര് കെട്ടിപ്പിടിച്ച് ഇതൊക്കെ ആകുമ്പോൾ അത് വിചാരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ആ കുട്ടികൾ വന്നപ്പോൾ ഒരു ഇൻസ്പിറേഷനായി. ഇനി ഇത് പോയേ ഇരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട്. എവിടേക്കെങ്കിലും വിചാരിച്ച കാര്യങ്ങളിലെത്താം. ഇന്നും എനിക്ക് അങ്ങനത്തെ വലിയൊരു തടസ്സം ഉണ്ടായി. പക്ഷെ അതെല്ലാം മാറ്റി നിന്ന് എത്തിയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എത്തിയത്. പക്ഷെ കുട്ടികൾ വിളിച്ചാലെല്ലാം പറയാം. ഞാൻ 2015 എനിക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം
ശരത്ത്, ഷിഹാബ്, സായുജ്, പ്രവീൺ. രണ്ടുപേരെ പ്രകൃതി ആഗ്രഹം വരുമല്ലോ. അപ്പൊ ഓരോരുത്തരും നമ്മളെ ഓരോ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കൂട്ടിലേക്കു തിരികെ മായാത്ത ഓർമ്മ പൂക്കൾ തേടി. വളരെ സന്തോഷം വിനോഷിനും ഇത് സംഘടിപ്പിച്ച എല്ലാതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം. എല്ലാവരും ഒന്നും കാണാൻ പറ്റിയല്ലോ. കുറേ എല്ലാവരെയും പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ ചിലവരുടെ പേര് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഒരു പേര് പറയുമ്പോൾ ഓർമ്മ വന്നു. എല്ലാവരും നല്ല നിലയിലെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. ഞാൻ ഇന്നതാ ചെയ്യണേ, എൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട എല്ലാവർക്കും ഒരു അറിയാലോ നിങ്ങൾ എന്തൊക്കെ. ആദ്യമായിട്ട് പ്രകൃതം അങ്ങനെ ആദ്യമായി എടുത്ത പദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ആ കുട്ടിയിലെ അതുപോലെ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു. ഉൾപ്പെടുത്തിയിട്ടും വളരെ സന്തോഷം. എന്റെ പരിപാടിയിൽ ഞാൻ ഇവരൊക്കെ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. വലിയ പിള്ളേരായില്ലേ, പിള്ളേരൊക്കെ മാറി. എന്താ കഥ? ഡിഗ്രി അതുപോലെ മാഷ് കൂടിയിട്ട് MA അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, നമ്മളിവിടെ പഠിച്ചു പോയ 2 കുട്ടികളാണ് ഇപ്പൊ ഓടി വന്ന് മുട്ടൂസിൽ നിന്ന് ടീച്ചർമാരോട് സംസാരിച്ചു പോയത്. രേഷ്മകളും അവർ പറയുന്നത് ഇതിലെ പോയപ്പോ കണ്ടു, ഓടി വന്നു കണ്ടു. അപ്പോൾ ഇനി നമുക്ക് അവസരങ്ങള് തുടക്കം മാത്രമായി മാറട്ടെ അല്ലേ? എല്ലാ വർഷവും നമുക്ക് അങ്ങനെ ഒത്തുകൂടാൻ സാധിക്കുക എന്ന് പറഞ്ഞാല് വളരെ സന്തോഷമാണ്. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞാൽ മിനിമം 56 വയസ്സെങ്കിലും ആയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ബിനോഷ് പറയുന്നു ഒരു മാറ്റം ബിന്ദുരിച്ചൊക്കെ കാണാനിരുന്നത് നല്ല താല്പര്യമുള്ള ഒരാളെ. നമ്മുടെ കുടുംബത്തില് ഏറ്റവും താഴെയുള്ള ഒരു ഉണ്ണിയായിരുന്നു. തൊണ്ണൂറ്റിരണ്ടിലെ പെർമനന്റ് വേക്കൻസിയില് സരോജിനി ടീച്ചറുടെ പെർമനന്റ് വേക്കൻസിയിലാണ് കയറിയത്. കുറെ പേരൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കുറെ പേരൊന്നും മനസ്സിലാവണമെന്നില്ല, പേരുകൾ ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഒരു എടുക്കുമ്പോഴേക്കും പോയി. ഗുഡ് മോർണിംഗ് പറയില്ലേ, അതുകൂടി വേണമായിരുന്നു. എനിക്ക് എടുക്കണ്ട, പിന്നെ വീഡിയോ ഞാൻ ചെയ്യാൻ വീഡിയോ എടുക്കാനാടാ. അത് അശ്വതി ഈസി കൊണ്ട് പറയാണ്ട് യെസ് ടീച്ചർ
ഹാജ ടീച്ചർ. ഇങ്ങനെ കൈ കാണിക്കില്ല, ഹാജർ പറയേ. സ്മിത ഹാജർ. വിദ്യ ഹാജർ. പത്മ ഹാജർ. നിമിഷ ഹാജർ. ശരിക്കും വെക്കുന്നു. ഹാജർ. ദിനി രത്ന ഹാജർ. രശ്മി വന്നിട്ടില്ല ടീച്ചർ. രണ്ട് സീറ്റുണ്ട്. അത് കറക്റ്റ്. ഇപ്പൊ ഒരു മിനിറ്റ്. ഗോപിക ഹാജർ. മിനി പിഎസ് ഹാജർ. ഇമോഷ് ഹാജർ. ഇമോഷ് കെയം. സിജു ഹാജർ. 2 പ്രാവശ്യം ഹാജർ പറഞ്ഞ. നേരത്തെ ആർക്കു വേണ്ടി ഹാജർ പറഞ്ഞോ? അനേഷ് എം കെ. ഡിജി ജി ഹാജർ. തലവേദനയാണെന്ന്. അല്ല പനി. ഇനി ആരെങ്കിലും പേര് വിളിക്കാത്തല്ല. സജീഷ് ടി വി. അന്നേരം ഇരുന്ന ഇതെന്തായാലും മാസ്ക് ഇട്ടിക്കണം. വയ്യാത്തോണ്ട്. മാസ്ക് വയ്യാത്തോണ്ടാണ് കേട്ടോ. നന്നായുള്ളൂ. കിട്ടി കിട്ടി. പ്രബിൻ. അല്ല നേരത്തെ പ്രബിന്റെ പേര് പറയാം. പഴയ ക്ലാസ്സുകളിലേക്ക് എത്തിച്ചേനെ. കാരണം നമ്മളൊക്കെ പല വളരെ കുറച്ച് ഞാൻ വിചാരിച്ചു ടീച്ചറിന് കഴിഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കുമെന്നുള്ളത്. പഠിച്ചു വന്ന ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ സന്തോഷമല്ലേ? ഞാൻ പറയാം, നിങ്ങളെല്ലാരും പറയാം. 1 2 3 4 5 6 7 8 9 10. ഇനി വീഡിയോ ഉണ്ടല്ലേ.
19-ാം തീയതി 10 മണി തൊട്ട് 4 മണി വരെ ശുഭം ഞങ്ങളുടെ 1-ാം ക്ലാസ്സിൽ തൊട്ട് 4 വരെ ഡാൻസിന്റെ 92 1-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ് അതെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണം. ഞാൻ ആദ്യം സ്കൂളിൽ പോകണം അതിനെടുത്ത് നമ്മളതിനെ കണ്ടുപിടിച്ചില്ല. മോൻ പറയും അവൻ പറയും അവിടെ മത്സ്യം ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടോ, പക്ഷെ ഞങ്ങൾക്ക് ഓർക്കാനായിട്ട് ടീച്ചർ മാത്രമോ അല്ല. അപ്പൊ ഞങ്ങൾക്കൊരു പ്രായം വരുമ്പോ ടീച്ചർമാരെ നോക്കാൻ പാടില്ലല്ലോ. നമുക്ക് അല്ല ടീച്ചർ പഠിച്ച കുട്ടികളോട് ടീച്ചർ മക്കളോട് ടീച്ചർ എന്തായാലും വരണം. പരമാവധി ഞങ്ങൾ വണ്ടി കൊണ്ടുവരാം. പരമാവധി വണ്ടി കൊണ്ടുവന്ന് ടീച്ചർ വരുമോ? വേഗം ഞങ്ങൾക്ക് മുന്നോട്ട് അന്ന് ടീച്ചർ എന്ത് സുന്ദരിയായിരുന്നു എന്നറിയാം. ഏറ്റവും വലിയ ടീച്ചറാണ്. അതെനിക്കറിയാം. അവിടെ ശരി ടീച്ചർ തരാം. ആട്ടിൽ കണ്ടിട്ടാ ഇപ്പോഴത്തെ പിള്ളേരെ അടിക്കാൻ കൊള്ളുന്ന ടീച്ചറെ പഠിപ്പിക്കണെങ്കിൽ 4 വിഷയമാണെങ്കിൽ 4 വിഷയത്തിൽ 4ാമത്തെ വിഷയം ഇംഗ്ലീഷാ. ബാക്കി ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇംഗ്ലീഷ് എന്താ നമുക്ക് കിട്ടില്ല. ടീച്ചറല്ലേ ഞങ്ങളുടെ പഴയ അതിന്റെ തുടക്കം ടീച്ചറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ രജിസ്റ്റർ ആണെന്ന് പറഞ്ഞത് ടീച്ചറോടാണ്. അപ്പൊ നമ്മൾ 19-ാം തീയതി അപ്പൊ എല്ലാവരും കിട്ടി. എല്ലാവരും കിട്ടി. ഒരു 54 പേര് 64 പേരുണ്ട്. അതിലിപ്പോ 50ഓളം പേര് നമുക്ക് അന്ന് വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് പുറത്താണ്. ഇല്ല ഇനി ബാക്കി അതിപ്പോ ഞങ്ങൾ പറഞ്ഞോളോ. അന്ന് അച്ഛനമ്മയുടെ അരി പഠിക്കാൻ കാരണം വരാൻ വേണ്ടിയാണ്.
അമ്മയ്ക്ക് അപ്പോഴേക്കും മാറ്റം കിട്ടി, ജോലി മാറ്റം കിട്ടിയപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ പോയി. അതുണ്ടായത്. പായസം എടുക്കണ്ട കയ്പയ്ക്ക കറിയാണോ? എണ്ണ അതില് എന്തെങ്കിലും മിസ്സാവാൻ പാടില്ല. സുഖല്ലേ? യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാലോ നമ്മുടെ ഓർമ്മകൾ പറഞ്ഞിട്ട്. നഴ്സറിയിൽ പഠിച്ച ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട്, നഴ്സറിത്തെ ഓർമ്മയുണ്ട് എനിക്ക്. ഷുഗർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. ടീച്ചർ ഹസ്ബൻഡ് വെച്ച അതേ സിറ്റുവേഷനാണ് തോന്നുന്നത്. അച്ഛൻ ഇപ്പോൾ ഹാർട്ടിൽ സീനിയർ എഞ്ചിനീയർ ആണ് അവിടുത്തെ. അവിടെ എപ്പോഴും എടുത്തു. മോര് കൊണ്ടിരുന്ന ആളാരാണ്? പേര് പറയൂ. ശരത്തോ? പറഞ്ഞു ഗൈസ് ആയി പോയി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി. ക്യാമറ നോക്കി ഫുഡ് കഴിക്കുന്നത് നമ്മുടെ സ്വന്തം അശ്വതി. അറിയേ അതേപോലെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ പ്രോഗ്രാമിനെ കുറിച്ചും? പ്രോഗ്രാമൊക്കെ നല്ല ഭംഗിയായിരുന്നു. സത്യം എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും, എനിക്ക് വയ്യാത്തതുകൊണ്ട്. അതെ അല്ലേ? അതേനാ പക്ഷെ അടിപൊളി വരും. താങ്ക് യു. ഇതിൻ്റെയൊക്കെ വോയിസ് കൂടി ഉണ്ട്, കോമഡി ആയിരിക്കും. സുന്ദരിയായ അശ്വതിത. ഓൺ ചെയ്തിട്ടുണ്ട്. അയ്യോ ഇവിടെ ഫാനില്ലല്ലേ, ഫാനിലെടുത്ത് പോയിരിക്കായിരുന്നു കേട്ടോ. ചൂടെടുക്കണോ? സദ്യ വെച്ചാൽ നമുക്ക് ഒന്നുകൂടി വേർക്കും. ആ സ്ഥലപ്പേര് കുറച്ചുകൂടി ഇടയ്ക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് വിളമ്പാ ഇഷ്ടമായിരുന്നു. എന്നെ കൊണ്ട് ഇല ഇടിപ്പിച്ചവര്. ഇത് എത്രയും പെട്ടെന്ന് ഞാൻ എടുക്കണം എന്നുള്ളതുകൊണ്ട് പല ഭാഗങ്ങളും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ.
നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ കുറച്ചായിട്ടാണ് ഞാൻ എടുത്തേക്കണം തന്നെ. നല്ല രസകരമായിരുന്നു ഞങ്ങളുടെ മീറ്റപ്പ്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയും രസകരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ വോയിസ് ഓവർ ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് നാച്ചുറലായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആസ്വദിക്കുക കേട്ടോ. എല്ലാവരും എത്ര കഷ്ടപ്പെട്ടില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ടല്ലേ ടീച്ചറാ ഞാൻ അത്ര വലിയ ഒരു ദേവദൂതികയാണു നീ കളിമരം ചോട്ടി വെച്ച് തുളസിക്കുമ്പോ കളിമരം ചോട്ടി വെച്ച് തുളസിക്കുമ്പോ വളകിരിത്തി വഴിയിലെ ചോട്ടിയെന്താണ് പിടിച്ചെന്താണ് ആറ്റുവഞ്ചി കടവിളിച്ച് കണ്ടുമിങ്ങനെ കണ്ടെത്തി പാട്ടു വന്നത് പറന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലുള്ള ബോയ്സിനൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ
പെണ്ണുങ്ങളൊക്കെ പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, നേരത്തെ ലോകത്തായിട്ട് കുറച്ച് കാണും. കാരണം എന്ത് നേരം കുറേ വാട്സപ്പില് ഞാനിപ്പോ വേറെ ഒന്നും എന്താണ് ഞാൻ സാധനം മാറ്റി വെച്ചത്. നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ ആൾക്കാരെ കണ്ടുകൂട്ടണം, ഫോട്ടോ കണ്ട് നോക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്താ പറയാ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയിപ്പോ തിരിച്ച് കാണാൻ പറ്റുമൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടാലും വളരെ സന്തോഷം. ഇങ്ങനെ പഠിക്കണം. പിന്നെ മാരീഡാണ്, ഡിവോഴ്സാണ്. എനിക്കറിയില്ല. ഒരു വിഭീഷണ ഞാൻ അവിടെ ചെന്നപ്പോഴേ കവിത ചൊല്ലിയിട്ടല്ലേ പിന്നെ തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഇൻട്രോ കഴിക്കുന്നത് നമ്മുടെ എൻ്റെ പേര് അശ്വതി. എൻ്റെ വീട് വളപ്പായാണ്. ഞാനിവിടെ 2ാം ക്ലാസ്സിൽ തൊട്ടാണ് വന്നത്. 2ാം ക്ലാസ്സിൽ ടീച്ചറുടെ ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിൽ ടീച്ചറുടെ ക്ലാസ്സിൽ, 4ാം ടീച്ചറുടെ ക്ലാസ്സിൽ. എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെന്നൈക്കാണ്. എനിക്ക് ഒരു മോളാണുള്ളത്. എന്റെ പേര് വിനോഷ്. ഞാനും ഇവിടെ പഠിച്ചു. എന്റെ മക്കളും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 പേരെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യം ബിന്ദു ടീച്ചർക്കും സജി ടീച്ചർക്കും ഉണ്ടായിട്ടുണ്ട്. അത് സൂപ്പറാണ്. പിന്നെ 3 മക്കളാണ്. 3 ആൺപിള്ളേര്. മൂത്താള് 7ാം ക്ലാസ്സിൽ അമ്പലപുരം സ്കൂളിൽ പഠിക്കുന്നു. 2ാമത്തെ ആൾ ഇവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വർഷം മുന്നേ എന്റെ ചേച്ചിയുടെ ഒരു 10ാം ക്ലാസ്സിന്റെ ഒരു പരിപാടിക്ക് ഞാൻ അവള് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോയിരുന്നു. അപ്പോ അവരുടെ സന്തോഷം കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ഇതുപോലൊരു പരിപാടി നടത്തണമല്ലോ. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടക്കുന്നത്. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. എല്ലാവരും പല കാര്യങ്ങളും മാറ്റി വെച്ച് എല്ലാവരും ഇപ്പം ഞാൻ രാത്രി ഒരു 7:30 ആകുമ്പോൾ എടാ ആരൊക്കെയുള്ള ചൈന മസാല വരുന്നോ ആയോ, പ്രത്യേകിച്ചൊന്നും പറയില്ല. എന്നാലും റിൻഡോ, സജീഷ്, വിബീഷ്, അങ്ങനെ ലിജോ, സായൂജ്, അങ്ങനെ കുറച്ച് പേര്, ശരത്ത്, അങ്ങനെ കുറച്ച് പേര് വൈകിട്ട് വരും. ഒരു പൊറോട്ടയും 7 ചായയും പറഞ്ഞ് ഞങ്ങൾ ആ ഒരു പൊറോട്ട ഷെയർ ചെയ്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ എനിക്ക് നമ്മളാ പഴയ വെള്ളപ്പായ സ്കൂളിലേക്ക് വന്നൊരു ഫീലപ്പം എനിക്ക് തോന്നി. എന്നാൽ ഇതിനു മുന്നേ ഞങ്ങൾ സ്ഥിരം കാണുന്നവരാണ്. പലരും അങ്ങോട്ട് ചിരിക്കാറ് പോലില്ല. പക്ഷെ ഈ ഒരു പരിപാടി കൊണ്ട് ഒരു 50 സുഹൃത്തുക്കൾ തിരിച്ചു വന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ. എൻ്റെ ഒരു 50 സുഹൃത്തുക്കൾ ഈ പരിപാടി കൊണ്ട് തിരിച്ച്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷം. പിന്നെ പറയാൻ കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ ഔപചാരികമായിട്ട് നമുക്ക് ഇതിനൊരു നന്ദി പറയുന്നൊരു ചുമതല നമ്മൾ സ്മിതേനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടി സ്മിതേനെ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ്. തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പോഴത്തെ മക്കളെ വിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അവരവരുടെ വീടുകളിലെ പറയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തത്, ഞാൻ നാട്ടിലില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇവരടുത്ത് പറയുന്നത് എനിക്ക് 1.5 മണിക്കൂർ പിന്നിലാണ് അവിടെ. ഇവിടെ 12 മണിയായാലും എനിക്ക് അവിടെ 10:30 അപ്പോൾ സന്ധ്യ ഇതുപോലെ മെസ്സേജ് ചോദിച്ചു വെള്ളപ്പായ സ്കൂളിൽ ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്, നിന്നെ ആഡ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ സന്ധ്യനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു 15 വർഷമായിട്ടുണ്ടാവും ഇല്ലേ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദീപയും നിമിഷം പദ്ധതി മാത്രമാണ് ഞാൻ ഒരു റെഗുലർ കോണ്ടാക്ട് ഉള്ളത്. എപ്പോഴും മീനിങ് ആണ്. അതല്ലാതെ അറിയുന്നവർ വളരെ കുറവാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു ഓക്കെ, ഓഫീസിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ആഡ് ചെയ്തതിനു ശേഷം എനിക്ക് വിനോഷ ആദ്യമായിട്ട് ഞങ്ങളാരും ഗ്രൂപ്പിൽ നമ്മളാരും ഗ്രൂപ്പിൽ വരുത്തുന്നില്ല. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തബ ശുഭ നാമേ ജാഹേ തബ ശുഭ ആശിഷ മാഹേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद जय हिंद